ഇന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റി, അതായത് വീട്ടിലെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസേർട്ട് കാണിച്ചു തരാം. ആദ്യം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് വയ്ക്കണം. അതായത് നോൺ സ്റ്റിക്ക് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം നമുക്ക് ഈ പഞ്ചാര നമുക്കൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര, അതായത് ഞാനൊരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത്. അതിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുന്നതാണ് ബെറ്റർ. കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പഞ്ചസാരയല്ലേ, കരിഞ്ഞു പോയാൽ കയ്പുണ്ടാവും. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് പെട്ടെന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതൊന്ന് ലൂസായി അത് മെൽറ്റായി വരുമ്പോഴത്തേക്കും ഒരു ഗോൾഡൻ ഷെയ്ഡിലോട്ടായി തുടങ്ങുമ്പോഴത്തേക്കും നമ്മളൊന്ന് നല്ല ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. പെട്ടെന്ന് ചൂട് കയറുന്നതാണ് പഞ്ചസാര, അറിയാമല്ലോ. എന്നിട്ട് അതിനകത്ത് നമ്മളൊരു അത്രയും പഞ്ചസാര ഇട്ടിട്ട് കണ്ട വളരെ കുറച്ച് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. എന്നിട്ട് അത് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ ഒരു ഗോൾഡൻ കളറിലോട്ട് അത് മാറുമ്പോൾ അതൊരു ഗോൾഡൻ കളറിലോട്ട് മാറിയിട്ട് അതായത് ഒരു നല്ല ലൂസായി തുടങ്ങുമ്പോഴത്തേക്കും അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കട്ടിയായി പോവും. അത് കുഴപ്പമില്ല, അത് കണ്ടിട്ട് പേടിക്കേണ്ട, ഫ്ലോപ്പായെന്ന് വിചാരിക്കേണ്ട. കാരണം അതിങ്ങനെ കട്ടിയായ ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതൊന്ന് ലൂസായി കിട്ടുള്ളൂ. ഇതാ കണ്ടോ, ഇപ്പോൾ ഇത് നമുക്ക് ലൂസായി കിട്ടിയത് കണ്ടോ, ലൂസായി അത് കുറച്ചൊന്നും. പക്ഷേ ഇതൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ അതിന് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ചുറ്റിച്ച് എടുത്ത് വെക്കണം. കാരണം ഇത് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ പാത്രം തന്നെ എടുക്കണം. സ്റ്റീൽ പാത്രമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പാത്രമല്ലേ, അതായാലും മതി. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച മറ്റേ പാൻ ഉണ്ടല്ലോ, അതിലോട്ട് വീണ്ടും പാലൊഴിക്കണം. പാലൊഴിച്ചിട്ട് നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും, അതായത് ഞാൻ ഏകദേശം ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ടാവും. ഞാനിങ്ങനെ കവറിൽ നിന്ന് പൊട്ടിച്ച് ഒഴിച്ചതായതുകൊണ്ട് ഞാൻ അളവെടുത്തില്ല. ഏകദേശം 1 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ടാവും. പിന്നെ കുറച്ച് റവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പാലിന് ഒരു 1/2 ഗ്ലാസ് റവ എടുക്കണം. റവ എടുത്തിട്ട് ഈ പാല് നമ്മൾ ഒഴിച്ചു വെച്ച പാത്രമില്ലേ, ആ പാലിൻ്റെ പാത്രത്തിലോട്ട് തന്നെ നമ്മൾ റവയും കൂടി ഒഴിക്കണം. പിന്നെ ബട്ടർ അല്ലെങ്കിൽ നെയ്യ്, അതായത് മാക്സിമം ബട്ടർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം അതിന് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരും. അതല്ലാന്നുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നെയ്യ് ആയാലും മതി. അത് കൂടി ഇട്ട് കൊടുത്തിട്ട്, പിന്നെ എനിക്ക് കുറവാണെന്ന് തോന്നിയോണ്ടാണ് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തത്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് പഞ്ചസാര എപ്പോഴും ഓർമ്മിക്കണം. അടിഭാഗത്ത് നമ്മൾ മറ്റേ പഞ്ചാര ലായനി ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഞ്ചസാര നമുക്ക് എത്രയാണോ ആവശ്യം ഇതിൽ അതായത് ചിലർക്ക് മധുരം ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും മധുരം നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചുള്ള മധുരമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇത്രയും ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി തിളപ്പിച്ച് എടുക്കണം. ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഞാനിത് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ടേസ്റ്റ് കിട്ടത്തില്ല. കാരണം ഇത് പെട്ടെന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ, പാലാണ് ഇപ്പോൾ പെട്ടെന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് റവയൊന്നും വേവാതെ കിടക്കും. ബട്ടറും അതിൻ്റേതായ ടേസ്റ്റും കിട്ടത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് അതായത് ചെറിയ ചൂട് കൊടുത്ത് മാത്രം ഇങ്ങനെ നല്ല ക്ഷമയോടെ ഉണ്ടാക്കിയാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ റവ വെന്തൂന്ന് തോന്നുമ്പോൾ അതായത് നമുക്ക് റവ ആയതുകൊണ്ട് പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ റവ വെന്തൂന്ന് തോന്നുമ്പം മാത്രം തിരിച്ച് ഓഫ് ചെയ്ത് വെക്കണം. അതായത് ഇപ്പം കണ്ടില്ലേ, ഇപ്പം ഏകദേശം നമ്മൾ ഭയങ്കര ലൂസും അല്ല എന്നാൽ കട്ടിയും ആണ് എന്നുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടുമ്പോഴത്തേനും അതിനങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വെക്കണം. എന്നിട്ട് വേറൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് 1 മുട്ട ആഡ് ചെയ്യണം. ഒരൊറ്റ മുട്ട ആഡ് ചെയ്താൽ മതി. ഒരു മുട്ട എടുത്തിട്ട് അതിലോട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ പതപ്പിച്ച് നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതിലോട്ട് നമുക്ക് ഈ മുട്ടയുടെ ചെവ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വാനില എസൻസ് കുറച്ചൊന്ന് ആഡ് ചെയ്യണം. വാനില എസൻസ് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടി ആഡ് ചെയ്താലും മതി. മുട്ടയുടെ ചെവ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം.
എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് പതപ്പിക്കുകയൊന്നും വേണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് പതപ്പിച്ചാലും മതി. പിന്നെ അതിൽ നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന ഇതുണ്ടല്ലോ, മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് നമ്മൾ കുറേശ്ശെ ഇട്ട് ഇളക്കണം. കുറേശ്ശെ ഇട്ട് മാത്രമേ ഇളക്കാവുള്ളൂ. പിന്നെ ചെറിയ ചൂടേ ആ മിക്സിന് ഉണ്ടാവാൻ പാടുള്ളൂ. നല്ല ചൂടാണെങ്കിൽ ചിലപ്പോൾ മുട്ട പെട്ടെന്ന് വെന്ത് പോകും. അപ്പോൾ കുറേശ്ശെ ഇട്ട് ഇളക്കി മിക്സ് ചെയ്തൊന്ന് എടുക്കണം. നല്ലോണം എല്ലായിടത്തും ഇത് ആവാൻ വേണ്ടിയിട്ട്, നല്ലോണം സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ ബീറ്റ് ചെയ്തെടുത്ത് വെച്ച സാധനം നമ്മൾ നേരത്തെ പഞ്ചാര ലായനി ഉണ്ടാക്കിയല്ലോ, അതിലോട്ട് ഈ സാധനം, ഈ മിക്സ് അങ്ങോട്ട് എടുത്ത് വെക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എയർ ബബിൾസൊക്കെ പോകും. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഏകദേശം സെയിം പ്രോസസ്സ്. എന്നിട്ട് സ്റ്റീം ചെയ്യേണ്ട ഏത് പാത്രമാണോ അതെടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട്, ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്, ഞങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നതും ഈ പാത്രത്തിലാണ്. എന്നിട്ട് അതിലോട്ട് ഇതെടുത്ത് വെച്ചിട്ട് അടച്ച് വെക്കാൻ ശ്രമിക്കണം. കാരണം അടച്ച് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നതായതുകൊണ്ട് ചിലപ്പം വെള്ളം അകത്തോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തത്തിൽ കുളമാവും. നമ്മൾ ഇത്രയും ചെയ്തത് വെറുതെ ആയിപ്പോവും. അതുകൊണ്ട് അടച്ച് വെക്കണം. അഥവാ ഇതിന് ആ സൈസിനുള്ള പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ അങ്ങനെ എടുത്ത് അടച്ച് വെച്ചാലും മതി. 20 മുതൽ 25 മിനിറ്റ് വരെ ആവി കയറ്റുമ്പോഴത്തേക്കും ഇത് വേവും. കാരണം ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മിക്സാണ്. പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുമ്പോൾ ഒന്ന് വേവണമെന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. എന്നിട്ട് അതിനെ നമ്മൾ ഒന്ന് ടാപ്പ് ചെയ്ത് ഞാൻ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും അത് ഇളവുന്നില്ല. പിന്നെ സൈഡ് ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നല്ല സ്മൂത്തായിട്ട് ഇളവിയിട്ടുണ്ട്. എന്നിട്ട് അതിനെ വേറൊരു പാത്രത്തിലോട്ടിട്ട് നിങ്ങൾക്കിപ്പോൾ അത് ഞാൻ എടുത്തപ്പോൾ കുറച്ച് പൊട്ടിപ്പോയി. പക്ഷേ അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് അത് എടുത്തപ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടിപ്പോയത്. നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ കാണാൻ ഷേപ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കഴിച്ച് നോക്കപ്പം ഭയങ്കര ടേസ്റ്റായിരുന്നു. ആർക്കും ഇവിടെ തികഞ്ഞില്ല. ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ, പക്ഷെ ആർക്കും തികഞ്ഞില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല, സീരിയസ്ലി ഗൈസ് അടിപൊളിയാണ്. ഞാൻ വേണമെങ്കിൽ കഴിച്ചവരുടെ റിവ്യൂ കാണിച്ചു തരാം. കണ്ട, എല്ലാവരും കഴിച്ചു, ഉമ്മച്ചിമ്മ ഉൾപ്പെടെ എല്ലാവരും കഴിച്ചു. സാധാരണ കൊച്ചായെന്നും അങ്ങനെ അത്ര പെട്ടെന്നൊന്നും നല്ലതായി എന്ന് പറയാറുള്ളതല്ല എന്താ ഉണ്ടാക്കി കൊടുത്താലും. പക്ഷേ കൊച്ചാക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഒബ്വിയസ്ലി നല്ലതായിരിക്കുമല്ലോ. നല്ലതായതുകൊണ്ടാണ് ഞാൻ നല്ലതെന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു. നല്ലതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഞാൻ പറയാറുണ്ടല്ലോ, ഫ്ലോപ്പായി പോയി ഗൈസ് എന്നല്ലേ പറയാറുള്ളൂ. പക്ഷേ ഇത് സൂപ്പറായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്.